ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജീനസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കൈപ്പക്ക വറവിന്റെ റെസിപ്പി ആയിട്ടാണ്. ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വറവല്ലേ? നമ്മൾ വീട്ടിലെല്ലാം സാധാരണ ഉണ്ടാക്കുന്ന ഒരു വറവാണ് അല്ലേ? അപ്പോ ആ വറവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്ന് കൈപ്പക്ക വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു വറവ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഞാനിവിടെ കൈപ്പക്ക നല്ല വൃത്തിക്ക് കഴുകി ഉള്ളിലത്തെ കുരുവെല്ലാം കളഞ്ഞ് ഞാൻ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കൈപ്പക്ക വേണം, കുറച്ച് തേങ്ങ വേണം, വറവല്ലേ തേങ്ങ വേണം, ഉള്ളി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. പിന്നെ പൊടികളായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത് വറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ, കടുക്. ഞാനിവിടെ വറുത്തിടുന്നുണ്ട്. നിങ്ങൾക്ക് വറുത്തിടുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ നനച്ചാലും മതി കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ വറവ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ വറവാക്കാൻ വേണ്ടിയിട്ട് ഏത് പാത്രത്തിലാണ് വറവാക്കുന്നത് വെച്ചാൽ ആ പാത്രം അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കൈപ്പക്കയില്ലേ, കൈപ്പക്ക പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം കൈപ്പക്കക്ക് കുറച്ച് വേവുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇത് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പൊ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും ഉള്ളി, ഞാനിവിടെ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ, ഞാൻ എല്ലാം ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഇടുന്നത്. നിങ്ങൾക്ക് ഇതൊന്ന് കൈപ്പക്കൊന്ന് വെന്തതിന് ശേഷം വേണമെങ്കിൽ അങ്ങനെയും തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഇവിടെ മുളക് പൊടി ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല. ചില ആൾക്കാർ മുളക് പൊടിയും ചേർക്കും കേട്ടോ. ഞാനിവിടെ മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ചെക്ക് ചെയ്തിട്ട് ഉപ്പില്ലെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഏറ്റവും ഈസി അല്ലേ, സിമ്പിൾ ആണ് കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൈപ്പക്ക നന്നായിട്ട് വെന്ത് വരുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൈപ്പക്കന്റെ മിക്സ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. വെന്ത് വന്നതിന് ശേഷം നമുക്ക് വെള്ളമെല്ലാം വറ്റി വരണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കടുക്, കറിവേപ്പിലയും വറുത്തിട്ട് കൊടുക്കാം, വറ്റൽമുളകും. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ വേവിക്കാൻ വെച്ച കൈപ്പക്ക ഇത് നന്നായിട്ട് വെന്ത് വിളക്കി വന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പും എല്ലാം നിന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഉപ്പില്ലെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഉണ്ട്, ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ലാസ്റ്റ് ടൈമിന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുമ്പോണ്ടല്ലോ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റും കൂടി അടച്ചു വെക്കുക. കുറച്ചും കൂടി ഇതിനകത്ത് വെള്ളം ഇതിന്റെ അംശമുണ്ട്. അപ്പോൾ അതും കൂടി വറ്റി വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. വെള്ളം കംപ്ലീറ്റ് വറ്റിയതിനു ശേഷം നമുക്കിത് കടുക് വറുത്തിടാം. ഇതിലേക്ക് നമുക്കിത് 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇത് നമ്മളെ കൈപ്പക്ക വറവിന്റെ വെള്ളമെല്ലാം ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോ എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക, കടുക് വറുത്തിടുക. ഏറ്റവും ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്ന ഒരു വറവല്ലേ, എന്നാൽ ഹെൽത്തി ആണ്. കുട്ടികൾക്കെല്ലാം അത്ര വലിയ ഇഷ്ടം ഉണ്ടാവുന്നൊന്നും ഞാൻ പറയില്ല. കാരണം ചെറുപ്പത്തിൽ നമ്മളൊന്നും ഈ കൈപ്പക്ക വറവൊന്നും കഴിച്ചിട്ടില്ല. വലുതാകുമ്പോഴാണ് ഇതിനോടെല്ലാം ഒരു ഇഷ്ടമെല്ലാം വന്നത്. അപ്പം എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വറവാണ്. കുട്ടികൾക്കെല്ലാം മാക്സിമം കഴിപ്പിക്കാൻ പറ്റുമെങ്കിൽ കഴിപ്പിക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വറവല്ലേ. അപ്പൊ ഇങ്ങനെ വറവ് ഉണ്ടാക്കാത്തവര് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടാം. ഞാൻ കൈപ്പക്ക അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വറുത്തിടാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചീനച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് കടുക് ഈ വറവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് വറുത്തിട്ടതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗത്തും മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ട, നല്ല അടിപൊളി കൈപ്പക്ക വറവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. ഓക്കെ, ബൈ.